സിമി ആമി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നും എനിക്കൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയ എൻ്റെ ബന്ധുക്കളെക്കാളേറെ എനിക്കൊപ്പം ആശ്വാസമായിട്ടും സഹായമായിട്ടും കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ചില സുഹൃത്തുക്കളും UAE വന്നതിന് ശേഷം എങ്ങനെയൊക്കെയോ ഞാൻ പരിചയപ്പെട്ട എവിടെ നിന്നൊക്കെയോ വന്ന ചില ആൾക്കാരുമാണ്. അങ്ങനെ ഒരിക്കൽ ഞാൻ പരിചയപ്പെട്ട എൻ്റെ മോളുടെ ട്യൂഷൻ ടീച്ചറെ കാണാൻ പോകുന്നതിൻ്റെ വിശേഷമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. മോളെ 9th 10th വളരെ കുറച്ച് നാൾ മാത്രമാണ് മാം പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങൾ തമ്മിലൊരു നല്ല സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട്. മുടങ്ങാതെ ഒരുവിധം എല്ലാ ആഴ്ചകളിലും എന്നെ വിളിക്കുകയും എൻ്റെ സുഖവിവരം അന്വേഷിക്കുകയും എൻ്റെ വിഷമങ്ങൾ കേട്ട് എന്നെ ആശ്വസിപ്പിക്കുകയും അതുപോലെ എനിക്ക് സന്തോഷമാണെങ്കിൽ അതിനൊപ്പം പങ്കുചേരുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ മാം. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ മാമിനെ കാണാനായിട്ട് ഒരു കേക്കുമായിട്ട് ഒരു ദിവസം ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കേക്കുമായിട്ട് ചെല്ലണമെന്ന് പറയാനൊക്കെ കാരണങ്ങളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഞാനത് പറയുന്നില്ല, ഇനിയൊരവസരത്തിൽ പറയാം. അങ്ങനെ ഡിസംബറിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഞാൻ മാമിനെ കാണാനായിട്ട് പോകുന്നത്. അന്ന് വളരെ ആവേശത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ക്രിസ്മസ് അല്ലേ, ജനുവരി വരുന്നു, കേക്കൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയിട്ട് എടുത്തതാണ്. പക്ഷേ എഡിറ്റിംഗ് ഒന്നും നടന്നില്ല. ഇപ്പോൾ മാർച്ചായി, ഇപ്പോഴാണ് ഞാനത് എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ മാമിനെ കാണാൻ പോകുമ്പോൾ മാമിന് ഇഷ്ടമുള്ള കേക്കല്ലേ വാങ്ങേണ്ടത് എന്ന് കരുതി എന്താണ് ഇഷ്ടമെന്ന് ഞാൻ ചോദിച്ചിരുന്നു. പ്ലം കേക്കാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലം കേക്കുമായിട്ടാണ് ഞാൻ പോയത്. കുറേ കേക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. റീസണബിൾ പ്രൈസിന് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന കുറേ കേക്കുകൾ. ക്രിസ്മസ് കഴിഞ്ഞതുകൊണ്ടും ജനുവരി ആയിട്ടില്ലാത്തത് കൊണ്ടും ഞാൻ സീസണൽ ഗ്രീറ്റിംഗ്സ് എന്ന് എഴുതിയിരുന്ന ഒരു കേക്കാണ് വാങ്ങിയിട്ട് പോയത്. പ്ലം കേക്ക് ആകുമ്പോൾ അത്രയ്ക്ക് കൊള്ളാമായിരിക്കുമോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അടിപൊളി കേക്കായിരുന്നു കേട്ടോ. പണ്ട് മുതലേ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇന്നിപ്പോൾ സർപ്രൈസായിട്ടൊന്നും അങ്ങനെ ചെയ്യാറില്ലെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ എനിക്കിപ്പോഴും ഇഷ്ടമാണ്. അങ്ങനെ സീസണൽ ഗ്രീറ്റിംഗ്സ് എന്ന് എഴുതിയ ഈ കേക്കാണ് ഞാൻ എടുത്തത്. ശരിക്കും വാങ്ങുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇത് ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അങ്ങനെ എന്തായാലും ഞാൻ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി നടന്നിട്ടാണ് പോകുന്നത്. കാരണം ന്യൂ മൊവൈലയിലാണ് മാം താമസിക്കുന്നത്. അപ്പോൾ സഫാരിയിൽ നിന്നുള്ള ബ്രിഡ്ജിലൂടെ തന്നെ ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങി. അപ്പോൾ കരുതി നിങ്ങളെ ഈ വ്യൂ ഒക്കെ ഒന്ന് കാണിക്കാം, ആ ഏരിയ എങ്ങനെയാണ് എന്നൊക്കെ കാണിക്കാം, കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് പോകാം എന്ന് കരുതി. ബ്രിഡ്ജ് കയറി അവിടുന്ന് ലിഫ്റ്റിലാണ് ഞാൻ താഴെ ഇറങ്ങിയത്. ഈ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇവർ ലിഫ്റ്റ് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്പുറത്തുള്ള ആൾക്കാർക്ക് മുകളിലേക്ക് കയറി സഫാരിയിലേക്ക് പോകാനും സഫാരിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി താഴെ ഇറങ്ങാനും ഒക്കെ സൗകര്യമാണ്. ഇവിടുന്ന് വളരെ കുറച്ച് മാത്രമേ മാമിൻ്റെ വീട്ടിലേക്ക് ദൂരമുള്ളൂ. ഞാനും മോളും കൂടി ഒരിക്കൽ പോയിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് വഴി തെറ്റി ഒരുപാട് നടക്കേണ്ടി വന്നു. എന്തായാലും എനിക്ക് വഴി തെറ്റും, ഞാൻ കുറേ നടക്കേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ എനിക്കറിയാമായിരുന്നു. പോകുന്ന വഴിയെ വീഡിയോ എടുത്ത് നടന്നതുകൊണ്ട് ഞാൻ അത്രയ്ക്കങ്ങ് അറിഞ്ഞില്ല. റോഡ് ക്രോസ് ചെയ്ത് നേരെ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ മറ്റൊരു വശത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. ഈ ബിൽഡിങ്ങിൽ പണ്ട് പാർത്താസ് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു, റോളയിലുമുണ്ട്. അന്ന് ഞാൻ കരുതിയത് നാട്ടിലെ പാർത്താസിൻ്റെ ബ്രാഞ്ച് ആയിരിക്കുമെന്നാണ്. പക്ഷെ അല്ല. അന്ന് ഇവിടുത്തെ പാർത്താസിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു, ഭയങ്കര റേറ്റ് ആയിരുന്നു. ഇപ്പോൾ എന്തായാലും ആ ഷോപ്പ് ഇവിടെ ഇല്ല. പക്ഷെ പലപ്പോഴും ഞാൻ പറയുമ്പോൾ പാർത്താസ് ബിൽഡിംഗ് എന്നാണ് ഈ ബിൽഡിങ്ങിനെ പറയുന്നത്. അങ്ങനെ നടന്ന് ഞാൻ മാമിൻ്റെ ബിൽഡിങ്ങിലെത്തി. ഇച്ചിരി വലിയൊരു ബിൽഡിംഗ് ആണ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ തോന്നി. എനിക്ക് എന്ത് കാര്യവും എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ഈ മാമുമായിട്ട് എനിക്കുണ്ട് കേട്ടോ. എങ്ങനെയാണ് അത് തുടങ്ങിയതെന്നൊന്നും എനിക്കറിയില്ല. ഏതോ ഒരു പോയിന്റിൽ അങ്ങ് തുടങ്ങി. പക്ഷേ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. മിക്കവാറും എല്ലാ ആഴ്ചകളിലും എന്നെ വിളിക്കുകയും എൻ്റെയും മോളുടെയും സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു മാമാണിത്. ചിലപ്പോഴൊക്കെ ഞാൻ ഡിപ്രഷൻ അടിച്ച് പണ്ടാരമടങ്ങിയിരിക്കുമ്പോഴായിരിക്കും മാം വിളിക്കുന്നത്. അന്നേരം കുറേ നേരം എന്നെ കേട്ടിരിക്കാനുള്ള ക്ഷമ മാം കാണിക്കാറുണ്ട്. നമ്മളെ കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൻ്റെ കോണിൽ എന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ചില ബന്ധങ്ങളിൽ ഒന്നാണ് ഇതും. തുടക്കം മുതലേ മാം എന്ന് വിളിച്ചത് കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നേ ഉള്ളൂ. വീട്ടിലെ മൂത്ത ഒരാൾ എന്നൊക്കെയുള്ള ഒരു ഫീലിങ്സ് ഇല്ലേ, അതാണ് ശരിക്കും. അങ്ങനെ അവിടെ വെച്ച് മാം തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. അതിൽ നിന്ന് കുറച്ച് എനിക്കും തന്നു വിട്ടു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു വാഴക്കപ്പൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഒരാവശ്യം വരുമ്പോൾ എത്ര വലിയ ബന്ധുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവരാരും ഓടിയെത്തിയില്ലെങ്കിൽ ആ ബന്ധം കൊണ്ട് യാതൊരുവിധ അർത്ഥവുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഇവരാരും നോക്കുന്നില്ല ഞാനാര്, അല്ലെങ്കിൽ ഞാൻ നോക്കുന്നില്ല ഇവരാര്, ഇവരുടെ ജാതി എന്ത്, മതം എന്ത്, അങ്ങനെയുള്ള യാതൊന്നും തന്നെ അറിയില്ല. പക്ഷെ ബന്ധുക്കളെക്കാൾ കൂടുതൽ ഇപ്പം ഞങ്ങൾക്കൊപ്പം ഉള്ളത് ഇങ്ങനെയുള്ള ചില ബന്ധങ്ങളാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബായ്.